പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇറാൻ-അമേരിക്ക സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ഹൊർമൂസിന് പുറമെ മറ്റൊരു തന്ത്രപ്രധാന തുറമുഖമായ ബാബ് അൽ മന്ദബ് കൂടി അടയ്ക്കാൻ ഇറാൻ നീക്കം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനോനിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ആഗോള എണ്ണ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന മറ്റൊരു നീക്കത്തിന് ഇറാനും സഖ്യകക്ഷികളും കോപ്പുകൂട്ടുന്നത്. ലബനോനിൽ ഇസ്രായേൽ സൈനിക ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലെ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഗതാഗതം തടയുന്നതിന് ഇറാനും അതിന്റെ സഖ്യകക്ഷികളും പരിഗണിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലബനോനിലെ ഇസ്രായേലിന്റെ ആക്രമണം ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറിയതായി ഇറാൻ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ബാബ് അൽ മന്ദബിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാക്കി. സംഘർഷം ഹൊർമൂസിന് പുറത്തേക്ക് വ്യാപിക്കുമെന്ന വാർത്ത പരന്നതോടെ എണ്ണവില കുത്തനെ ഉയർന്നു. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതി വാതക വിതരണത്തിന്റെയും ഏകദേശം 1/5 സാധാരണയായി കടന്നുപോകുന്ന ഹൊർമൂസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ച് ഇതിനകം തന്നെ ആശങ്കയിലായ വിപണികളെ ഈ നിർദ്ദേശം ഇളക്കിമറിച്ചു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 15% ബാബ് അൽ മന്ദബിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് വിവരം. യമനിനും ആഫ്രിക്കൻ ഹോണിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ് അൽ മന്ദബ് ചെങ്കടലിലേക്കും സൂയിസ് കനാലിലേക്കുമുള്ള ഒരു കവാടമാണ്. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള ഊർജ്ജ വിതരണങ്ങളും വാണിജ്യ വസ്തുക്കളും വഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ചോക്ക് പോയിന്റുകളിൽ ഒന്നാണിത്. പാത തടസ്സപ്പെടുന്നതോടെ നിരവധി കപ്പലുകൾ ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാവും. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾ നിർത്തിവെച്ചതായി ഇറാൻ അറിയിച്ചു. ഇസ്രായേൽ ലബനോനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹൊർമൂസ് ഖാൻ പ്രവിശ്യയിലെ സിരിക് ദ്വീപിലുള്ള കമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഒരു US വ്യോമത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ലക്ഷ്യമിട്ട കേന്ദ്രങ്ങൾ വിജയകരമായി തകർത്തെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ആക്രമണം നേരിട്ട US താവളം കുവൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി തടഞ്ഞതായി കുവൈറ്റ് അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലുടനീളം അപായ സൈറണുകൾ മുഴങ്ങി. ആക്രമണത്തെ കുവൈറ്റ് ശക്തമായി അപലപിച്ചു. ഇത്തരം നടപടികൾ മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, മേഖലയിലെ കപ്പലുകൾക്ക് ഭീഷണിയായ 2 വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ എന്നിവ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടില്ല. നിലവിലുള്ള വെടിനിർത്തൽ സമയത്ത് അമേരിക്കയുടെ ആസ്തികൾ സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. അതേസമയം യുദ്ധതന്ത്രങ്ങളിൽ ചരിത്രപരമായ മാറ്റത്തിനൊരുങ്ങിയ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പരമ്പരാഗത ആയുധ നിർമ്മാണ രീതികൾ ഉപേക്ഷിച്ച് സ്റ്റാർട്ടപ്പുകളെയും ഡ്രോൺ റേസിംഗ് വിദഗ്ധരെയും ടെക് സംരംഭകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂറ്റൻ ഡ്രോൺ സേനയെ ഒരുക്കാനാണ് പെന്റഗണിന്റെ തീരുമാനം. ആയിരക്കണക്കിന് ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ വലയുക എന്നതാണ് ഈ പുതിയ പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.